ആയത്തുള്ള അലി ഖമേനിയുടെ യുദ്ധക്കൊതി ഇറാന്റെ കഥ കഴിക്കും. വീണ്ടും ഒരിക്കൽ കൂടി ഇസ്രായേലിനെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. ഇതുവരെ കണ്ട ഇറാനല്ല, ജൂൺ മാസത്തിന് ശേഷം ഇറാൻ ആയുധ ശേഖരത്തിൽ 10 മടങ്ങ് ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇസ്രായേലിനെ തവിടുപൊടിയാക്കി കളയുമെന്നാണ് ആയത്തുള്ള അലി ഖമേനിയുടെ ഏറ്റവും ഒടുവിലത്തെ ഭീഷണി. ഇത് കേട്ട് ചിരിച്ചു തള്ളുകയാണ്, തലതല്ലി ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കാരണം ഇതിനു മുൻപ് ഇതിന് സമാനമായ നിരവധി തള്ളുകൾ ഈ പടുകിളവന്റെ വായിൽ നിന്ന് ലോകം കേട്ടിട്ടുള്ളതാണ്. എന്നാലോ കഴിഞ്ഞ മാസം ജൂണിൽ ഇറാൻ പ്രകോപനത്തെ തുടർന്ന് ഇസ്രായേൽ തിരിച്ചടിച്ചപ്പോൾ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇറാന്റെ ഒരുവിധപ്പെട്ട എല്ലാ ആണവ കേന്ദ്രങ്ങളെയും ആയുധശാലകളെയും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെയും ഇസ്രായേൽ ബോംബിട്ട് തകർത്തു. ഇസ്രായേലിന്റെ ഏറ്റവും കരുത്തുള്ള ഫൈറ്റർ ജെറ്റുകൾ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന്റെ മുകളിൽ നിന്ന് തുരുതുരായാണ് ഇറാനിലേക്ക് ബോംബ് വർഷിച്ചത്. അന്ന് ഏതെങ്കിലും ഒരു മിസൈൽ, അതിന് തൊട്ടു മുമ്പൊക്കെ ഭയങ്കരമായിട്ടുള്ള പരീക്ഷണങ്ങളാണ്, ആയുധ പരീക്ഷണങ്ങളാണ് ഇറാൻ നടത്തുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, അൽ ജസീറ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയും ഇറാൻ സൂപ്പർസോണിക് മിസൈൽ പരീക്ഷിച്ചു, ഇറാൻ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിച്ചു, ഇറാന്റെ ഏറ്റവും ആധുനികമായ മിസൈൽ പരീക്ഷിച്ചു, പിന്നെ ഏറ്റവും ആധുനികമായ അണുവായുധങ്ങളെ പോലും വഹിക്കാൻ ശേഷിയുള്ള മിസൈൽ പരീക്ഷിച്ചു, ഡ്രോൺ പരീക്ഷിച്ചു, അത് പരീക്ഷിച്ചു, ഇത് പരീക്ഷിച്ചു എന്നൊക്കെ നിരന്തരമായി വാർത്തകൾ വരാറുണ്ട്. കുറേ ചിത്രങ്ങളും വരാറുണ്ട്. പിന്നെ ഇറാന്റെ ഉള്ളിലുടനീളം ഇങ്ങനെ റോക്കറ്റ് ലോഞ്ചറുകളും മിസൈൽ ലോഞ്ചറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാം തിരിച്ചു വച്ചിരിക്കുന്നത് ഇങ്ങനെ ഇസ്രായേലിന് നേരെയാണ്. ഇറാൻ ഒന്ന് സ്വിച്ചിട്ടാൽ ആ നിമിഷം ആയിരക്കണക്കിന് മിസൈലുകളും ആയിരക്കണക്കിന് ഡ്രോണുകളും ആയിരക്കണക്കിന് റോക്കറ്റുകളും ഇസ്രായേലിലേക്ക് എത്തും. അങ്ങനെ ഇസ്രായേൽ ഛന്ന ഭിന്നമായി പോകും. ഇതായിരുന്നു കുറെ സുഡാപ്പികൾ സ്വപ്നം കണ്ടിരുന്ന കിണാശ്ശേരി. തീവ്ര ഇസ്ലാമിക ഭീകരവാദികൾ, അത് കേരളത്തിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പോലും ഇറാൻ എന്തോ മഹാസംഭവമാണെന്ന് കരുതി ഇങ്ങനെ ഒരു കുമിള പോലെ വളർത്തി വലുതാക്കുകയായിരുന്നു. എന്നാൽ ജൂൺ മാസത്തെ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ കാണിച്ചു കൊടുത്തു ഇറാൻ വെറുമൊരു ഊതി വീർപ്പിച്ച ബലൂണാണ്, ഉള്ളിലൊന്നുമില്ല, പൊള്ളയാണ്. വെറുതെ ഇങ്ങനെ വീമ്പ് പറയുന്നതിനപ്പുറം ഒന്നുമില്ല. കയ്യിലുള്ള കുറച്ച് പൊട്ടാസും പടക്കങ്ങളുമൊക്കെ അപ്പുറത്തുള്ള ഹൂതികൾക്ക്, യമനിലെ ഹൂതികൾക്ക് കൊടുത്തിട്ട് അതെല്ലാം ഇസ്രായേലിന് നേരെ തൊടുക്കാനായിട്ട് പറയുന്നു. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം അതിനെയൊക്കെ നിഷ്പ്രഭമാക്കുന്നു. ഇത് ആദ്യമായിട്ടല്ല ഇറാനിലേക്ക് ഇസ്രായേൽ അടി കൊടുക്കുന്നത്. എത്രയോ തവണ അവരുടെ ന്യൂക്ലിയർ പ്ലാന്റുകളിൽ ആക്രമണം നടത്തി. ഒന്നുമല്ല, ടെഹ്റാനിലെ പ്രധാനപ്പെട്ട ആയുധ ക്യാമ്പുകളിൽ, ആയുധ സംഭരണശാലകളിൽ, അവരുടെ പരിശീലന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ, ഡ്രോൺ നിർമ്മാണ ഫാക്ടറികളിലൊക്കെ തന്നെ ഈ 2023 ഒക്ടോബർ 7 ശേഷം എത്ര തവണയാണ് ഇസ്രായേൽ ആക്രമിച്ചത്? ഒരു തവണ ആ ആക്രമണത്തെ ഒന്ന് പ്രതിരോധിക്കാൻ ഈ വീമ്പ് പറയുന്ന ഖമേനിക്കും ഖമേനിയുടെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും അവരുടെ സൈന്യത്തിനും കഴിഞ്ഞു? ഒന്നും വേണ്ട, ഇസ്മായിൽ ഹനിയ എന്ന ഹമാസിന്റെ തലവനെ ടെഹ്റാനിലിട്ടാണ് തീർത്തത്. പെഷസ്കിയാന് മുൻപുള്ള ഇറാന്റെ പ്രസിഡന്റിന്റെ മരണം എങ്ങനെയായിരുന്നു? എന്തെല്ലാം കാര്യങ്ങൾ. ഒന്നും വേണ്ട, ഈ വർഷം ജൂണിൽ 12 ദിവസം നടന്ന യുദ്ധത്തിന് തൊട്ട് മുൻപായി ഇറാനിലേക്ക് 100 കണക്കിന് ഇസ്രായേലിന്റെ രഹസ്യ പോലീസുകാരായ മൊസാദിന്റെ ഏജന്റുമാർ കടന്നു കയറി. ഇറാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള എല്ലാ സൈനിക കേന്ദ്രങ്ങളിലും അവർ നിലയുറപ്പിച്ചു. ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നതിന്റെ അടുത്ത നിമിഷം ഇറാനിൽ നിന്ന് തിരിച്ചു തൊടുക്കാൻ തയ്യാറാക്കി വച്ചിരുന്ന എല്ലാ മിസൈൽ ടെക്നോളജികളെ അവർ തകർത്തു, എല്ലാ മിസൈൽ സ്റ്റേഷനുകളും തകർത്തു, എല്ലാ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളും തകർത്തു. അങ്ങനെ ഇസ്രായേലിന്റെ ആക്രമണം ഏറ്റുവാങ്ങി തിരിച്ചൊരു പൊട്ടാസ് പോലും പൊട്ടിക്കാൻ കഴിവില്ലാതെ നാണം കെട്ടു നാറി ലോകത്തിന് മുന്നിൽ ഇറാൻ എന്ന് പറയുന്ന ഈ രാജ്യം വെറും ഊതി വീർപ്പിച്ച ബലൂണായി, വാഗൊണ്ടുള്ള വീമ്പടിക്കൽ മാത്രമായി ലോകത്തിന് മുന്നിൽ ബഫൂണുകളെ പോലെ, കോമാളികളെ പോലെ ആയ ഒരു രാജ്യമാണ് വീണ്ടും ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആയത്തുള്ള അലി ഖമേനിയുടെ യുദ്ധക്കൊതി ഇറാന്റെ കഥ കഴിക്കും, ഇറാന്റെ വിധി എഴുതും. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു വാർത്ത കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. മൊസാദിന്റെ ചാരന്മാർ ടെഹ്റാനിലെത്തിയിരിക്കുന്നു. ഏതോ വലിയൊരു സീക്രട്ട് മിഷന് വേണ്ടി എത്തിയിരിക്കുന്നു. ലക്ഷ്യം ആരാണെന്നറിയില്ല. ഇത്തരം ഒരു വാർത്ത ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതിന് തൊട്ടു പിന്നാലെ ഈ ആയത്തുള്ള അലി ഖമേനിയെ ആഴ്ചകളോളം
ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ ഏതോ ഒരു പാതാളത്തിന് സമീപമുള്ള ഗുഹയിൽ ഒളിയിടത്തിൽ ഒളിപ്പിച്ചു വച്ചു. ഈ അമൂല്യ വസ്തുവിനെ ഇനി മൊസാദ് ഒന്നും ചെയ്യരുത്. ഈ അമൂല്യ വസ്തുവിന്റെ തല മൊസാദ് ചിതറിക്കരുത്. അതുകൊണ്ട് ഈ അമൂല്യ വസ്തുവിനെ അവർ കൊണ്ട് എവിടെയോ സൂക്ഷിച്ചു വെച്ചു. ആ അമൂല്യ വസ്തുവാണ് പുറത്തിറങ്ങി വന്നിട്ട് ഇന്ന് ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നത്. ഇസ്രായേലിന്റെ ജൂതന്റെ ഏറ്റവും ഹോളി ഡേ ആണെന്ന്, ഏറ്റവും പുണ്യപരിപാവനമായ ദിവസം. അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു മറുപടി പറഞ്ഞില്ല. മിക്കവാറും വാക്കുകളിലൂടെ ആയിരിക്കില്ല, നല്ല തിരിച്ചടിയായിരിക്കും ഈ വെല്ലുവിളിക്ക് ഇസ്രായേൽ ഇറാന് നൽകുക.